മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ. നമ്മുടെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സണിൽ 3 കേസാണ് വരുന്നത്. റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഫസ്റ്റ് വൺ റേഞ്ച് ഈക്വൽ ടു ഹൈസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇവിടെ ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ ഡേറ്റ മാത്രം തരും. ഫോർ എക്സാമ്പിൾ 2, 3, 6, 8, 9 ഇതൊരു ഇൻഡിവിജ്വൽ ഡേറ്റയാണ്. ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇവിടെ ആകുമ്പോൾ 9 മൈനസ് 2 അങ്ങനെ പോകും. ഇനി ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയിലും അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയിലും ഇതേപോലെ തന്നെ റേഞ്ച് കാണണം. ഫസ്റ്റ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്നത് ക്ലാസ് ഇൻ്റർവെൽസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിരിക്കും. അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് എക്സ് വാല്യൂ, അതായത് ക്ലാസ് ഇൻ്റർവെൽ ആയിരിക്കത്തില്ല, ഇങ്ങനെ ഓരോ ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. അപ്പോൾ ഈ രണ്ട് കേസിലും റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ തന്നെ ചെയ്താൽ മതി. അവിടെ ഫ്രീക്വൻസി ഒന്നും നോക്കിയിട്ടല്ല ചെയ്യുന്നത്, വെറുതെ എക്സ് വാല്യൂ മാത്രം നോക്കിയിട്ട്. ഇപ്പോൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ആണെങ്കിൽ തന്നേക്കുന്ന ക്ലാസ് ഇൻ്റർവെലിൻ്റെ മിഡ് വാല്യൂ എടുക്കുക എക്സ് വാല്യൂ ആയിട്ട്, എന്നിട്ട് അതിൻ്റെ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ചെയ്താൽ മതി. ഈ കേസിൽ നമ്മൾ ഫ്രീക്വൻസി ഒന്നും നോക്കേണ്ടതില്ല. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യം ഓക്കെ ആയല്ലോ. നെക്സ്റ്റ് വൺ ക്വാർട്ടർ ഡീവിയേഷൻ. ക്വാർട്ടർ ഡീവിയേഷൻ ഈക്വൽ ടു Q3 മൈനസ് Q1/2. ഈ 3 കേസിലും ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി, അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി, ഈ 3 കേസിലും ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല Q3 മൈനസ് Q1/2. ഇതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ ഡേറ്റ ആകുമ്പോൾ Q1 ഈക്വൽ ടു n+1/4 പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്, Q2 ഈക്വൽ ടു n+1/2 പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്, Q3 ഈക്വൽ ടു 3 × n+1/4 പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്. നമുക്ക് ക്വാർട്ടർ ഡീവിയേഷൻ കാണാൻ പറഞ്ഞാൽ Q1ഉം Q3 മാത്രമേ ആവശ്യമുള്ളൂ. ക്വാർട്ടർ ഡീവിയേഷൻ ഈക്വൽ ടു Q3 മൈനസ് Q1/2 ഇത്രയേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് 3 ക്വാർട്ടേഴ്സ് കാണാൻ പറയാറുണ്ട്, അപ്പോൾ Q2 വാല്യൂം കൂടി കാണണം. Q1, Q2, Q3 കാണണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി. ഇതിൻ്റെ മുന്നേ നമുക്ക് ഇൻഡിവിജ്വൽ ഡേറ്റയുടെ ഒരു പ്രോബ്ലം ചെയ്തിട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻഡിവിജ്വൽ ഡേറ്റയാണ്, നമുക്ക് ഫസ്റ്റ് 3 ക്വാർട്ടേഴ്സ് കാണണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നേക്കുന്ന ഡേറ്റയെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഡേറ്റയെ ഞാനിവിടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുവാണ്. ഫസ്റ്റ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഇനി Q1 ഈക്വൽ ടു n+1/4 പൊസിഷൻ. n+1/4 പൊസിഷൻ എന്ന് പറയുന്നത് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ 9 + 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5. 2.5 പൊസിഷൻ വരുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 പൊസിഷനും 3 പൊസിഷനും ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ 2.5 എന്ന് പറയുന്നത് 1, 2, 3, 2നും 3ക്കും മിഡിൽ. അപ്പോൾ 3 + 4/2 വരും. 3.5 എന്ന് വന്നേക്കുന്നത്. Q2 ഈക്വൽ ടു n+1/2 ഐറ്റം. ഇവിടെ 9 + 1/2 ഐറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു 5th ഐറ്റം. 5th ഐറ്റം കുഴപ്പമില്ല, അങ്ങ് എണ്ണി അങ്ങ് എടുത്താൽ മതി. 1, 2, 3, 4, 5, 6 വരും 5th പൊസിഷനിൽ. Q3 ഈക്വൽ ടു 3 × n+1/4 പൊസിഷൻ. അപ്പോൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 7.5 എന്ന് പറയുമ്പോൾ 7 പൊസിഷനും 8th പൊസിഷനും മിഡിൽ വരുന്ന വാല്യൂ. 7.5 എന്ന് പറയുന്നത് ഇവിടെ 8 + 9/2 വരും. അപ്പം കുഴപ്പമുണ്ടോ? ഓക്കെ ആയില്ലേ? ഇൻഡിവിജ്വൽ ഡാറ്റയുടെ കേസിൽ ഫസ്റ്റ് 3 ക്വാർട്ടേഴ്സ് കാണാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് ക്വാർട്ടർ ഡീവിയേഷൻ കാണാനാണെങ്കിലും കുഴപ്പമില്ല. Q3 മൈനസ് Q1/2 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഏതാ? അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഫോർമുലാസ് കൂടി നമുക്ക് നോക്കാം. അപ്പം നോക്കിക്കേ, ഞാനിവിടെ എഴുതിയേക്കുന്നത്
ഇൻഡിവിജ്വൽ ഡാറ്റയുടെ കേസിൽ Q1, Q2, Q3 അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. നമ്മളിപ്പോൾ റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ 4 എണ്ണവും ആ 4 എണ്ണത്തിലും ഈ 3 കേസുകൾ വരുന്നുണ്ടല്ലോ, ആ 4 എണ്ണത്തിലും ഉള്ള ഈ 3 കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. എല്ലാം കൂടി കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓർത്തിരിക്കത്തില്ല, മറന്നുപോകും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഏതാ നോക്കുന്നത്, ക്വാർട്ടർ ഡീവിയേഷൻ്റെ ഇൻഡിവിജ്വൽ ഡാറ്റയുടെ ഇക്വേഷനായി. ഇനി നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ വരുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? അൺഗ്രൂപ്പ്ഡ് വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ Q1 = n/4, Q2 = n/2, Q3 = 3n/4. അതെവിടെ നിന്ന് വന്നതാ? ഇവിടെ ഇൻഡിവിജ്വൽ ഡാറ്റ ആകുമ്പോൾ Q1 = സ്മോൾ n + 1/4 ആണ്. സ്മോൾ n + 1/4. അപ്പോൾ സ്മോൾ n + 1 എന്നുള്ളത് ഇവിടെ ക്യാപിറ്റൽ N ആയി, ക്യാപിറ്റൽ n/4. അപ്പോൾ Q2 = n + 1/2, അത് ക്യാപിറ്റൽ n/2 ആയി. Q3 = 3 × n + 1/2. അപ്പോൾ അതവിടെ n + 1 എന്നുള്ളത് ക്യാപിറ്റൽ N ആക്കി മാറ്റി, 3n/4. ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ഒരു അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയുടെ പ്രോബ്ലം നോക്കാം. ഒരു അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി, അതായത് എക്സ് എഫ്. നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ആകുമ്പോൾ ചെയ്യേണ്ടത് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടി കാണുക. ഫ്രീക്വൻസി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1, 1 + 9, 10, 10 + 26, 36 ഇങ്ങനെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷൻസ് നോക്കുവാണ്. Q1 = n/4 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇവിടെ n എന്നുള്ളത് 256 / 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 64. അപ്പോൾ അതായത് 64ന് തൊട്ട് മുകളിൽ വരുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. 64 തൊട്ട് മുകളിൽ വരുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ 95. 95ന് കറസ്പോണ്ടിങ് വരുന്ന എക്സ് വാല്യൂ ആയിരിക്കും Q1. ഹിയർ Q1 = 3. ഇനി Q2 = n/2, that is equal to 256 / 2, that is 128. 128 എന്നുള്ള വാല്യൂവിന് തൊട്ട് മുകളിൽ വരുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. 128ന് മുകളിൽ വരുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. 128ന് തൊട്ട് മുകളിൽ വരുന്ന 167 ആണ് ഇവിടെ കിടക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് വരുന്ന എക്സ് വാല്യൂ 4, ദാറ്റ് ഈസ് Q2 = 4. ഇനി Q3 = ഫോർമുല എങ്ങനെ വരും? 3n/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 256 / 4, 192 വരുന്നുണ്ട്. 192ന് തൊട്ട് മുകളിൽ വരുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. ഇവിടെ 219 ആണല്ലോ. കറസ്പോണ്ടിങ് എക്സ് വാല്യൂ 5, ദാറ്റ് ഈസ് Q3 = 5. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഫസ്റ്റ് 3 ക്വാർട്ടൈൽസ് കാണാനായിട്ട് ഫോർമുല ഓർക്കുക. ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയിരുന്നെങ്കിൽ, ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ Q3 - Q1/2 ചെയ്യുക. അത്രേ ഉള്ളായിരുന്നു. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയിലോട്ട് പോട്ടെ. നമുക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതിയേക്കുന്നതിൻ്റെ കൂടെ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കൂടി എഴുതാം. ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ആകുമ്പോൾ ഈ 2 കേസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഗ്രൂപ്പ്ഡ് അങ്ങ് എഴുതിയാൽ മതി. Q1 = ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ആകുമ്പോൾ നമുക്കറിയാം ക്ലാസ് ഇൻ്റർവെല്ലും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയുമാണ് തരിക. അപ്പോൾ Q1 = എങ്ങനെ വരും നോക്കിക്കേ. ഇവിടെ അൺഗ്രൂപ്പ്ഡ് ആകുമ്പോൾ n/4, Q2 n/2, 3n/4 ഇങ്ങനെയല്ല കിടക്കുന്നത്. നമ്മൾ അത് തന്നെയാണ് നമ്മുടെ ഇവിടെയും വരുന്നത്. നമ്മൾ മീഡിയൻ്റെ ഒക്കെ ഫോർമുല പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് Q1, Q2, Q3 വരുന്നത്. Q1 = L + n/4 - m × C/f. Q2 = L + ഇവിടെ തന്നെ ഇത് വരുന്നത് n/2 - m × C/f. Q3 = L + ഇവിടെ ഇത് തന്നെ 3n/4 - m × C/f. അപ്പോൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയിൽ ഫസ്റ്റ് 3 ക്വാർട്ടൈൽസിൻ്റെ ഫോർമുലാസ് ഈ 3 സെറ്റും കൂടി ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് ഈ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഡാറ്റയുടെ ക്വാർട്ടൈൽസ് അറിയാമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ്ഡും അൺഗ്രൂപ്പ്ഡും ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം കൂടി കാണാൻ പഠിക്കേണ്ട, ഏതെങ്കിലും ഫസ്റ്റ് അത് മാത്രം ഓർക്കുക. അത് വെച്ചുകൊണ്ട്
ബാക്കി എല്ലാ ഫോർമുലാസും എഴുതാമല്ലോ, കുഴപ്പമില്ല. ഇനി ഒരു ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയുടെ പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോകാം. ശ്രദ്ധിക്കണേ. ഇവിടെ ഞാൻ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയുടെ ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. എക്സ് എഫ് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി.